യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. എൻ്റെ പേര് ദയ. ഇതെൻ്റെ സഹോദരി ധന്യ. ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വരുന്നു. ഞങ്ങൾ 2022 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. കൃപാസനത്തിൽ ഉടമ്പടി നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാ ചൊവ്വാഴ്ചകളിൽ ഉടമ്പടി ധ്യാനം കൂടുകയും ദിവസേന അരമണിക്കൂർ ബൈബിൾ വായിക്കുകയും ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഞങ്ങൾ രണ്ടുപേരും OET എഴുതി പാസ്സാവുകയും എൻ്റെ സഹോദരി UK യിലേക്കും എനിക്ക് അയർലൻഡിലേക്കും പോകാൻ പേപ്പറിന് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. തടസ്സങ്ങളെല്ലാം മാറ്റി ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എനിക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ മാതാവ് ജോലി നൽകി അനുഗ്രഹിച്ചു. അതുപോലെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെന്നപ്പോഴാണെങ്കിലും ഞങ്ങൾക്ക് അക്കോമഡേഷൻ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. 3 മാസം ടെമ്പററി ആയിട്ടുള്ള അക്കോമഡേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ അക്കോമഡേഷൻ കഴിയുമ്പോൾ തന്നെ മാതാവ് തക്ക സമയത്ത് ഞങ്ങൾക്ക് അക്കോമഡേഷൻ പുതിയത് നൽകി അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ഥലത്തിന് അതിർത്തി പ്രശ്നവും പിന്നെ ഭൂമി തരംമാറ്റ പ്രശ്നമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. 10 വർഷത്തിലധികമായിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പ് 4 അതിർത്തികളിലും തൂകി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ടിലുണ്ടായിരുന്ന ആ തരംമാറ്റ പ്രശ്നം നിലം പുരയിടമാക്കി കിട്ടുകയും ആ അതിർത്തി പ്രശ്നം തീർപ്പാക്കുകയും ചെയ്തു. വലിയ അനുഗ്രഹത്തിന് മാതാവിന് 1000 നന്ദി. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പ്രോസസ്സിങ്ങിൽ തന്നെ ഒരുപാട് തടസ്സങ്ങൾ, റെഫറൻസ് ലെറ്ററിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ റെഫറൻസ് ലെറ്റർ ഞങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ആശുപത്രിയിൽ നിന്ന് കിട്ടാനുള്ള അനുഗ്രഹം ലഭിച്ചു. അതുപോലെ തന്നെ എൻ്റെ സഹോദരിക്ക് ചുണ്ടിലുള്ള അലർജി രോഗം ഉണ്ടായിരുന്നു. 2 വർഷത്തോളം ആയിരുന്നു. അത് ഈ കഴിഞ്ഞ ജപമാലി റാലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഫേസ് ക്രീം മൂലമാണ് എന്നുള്ളത് മാതാവ് വെളിപ്പെടുത്തി തരികയും ആ അലർജി രോഗം പൂർണ്ണമായി മാറ്റിത്തരികയും ചെയ്തു. ഈ അനുഗ്രഹങ്ങളെല്ലാം ചെയ്തു തന്ന ദൈവത്തിനും മാതാവിനും ദൈവകുമാരനും 1000 നന്ദി. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 17:14. കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. ഈ മക്കൾ ധന്യയും ദയയും അവരുടെ ജീവിതത്തിലെ നിർണായക നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഉടമ്പടിയെടുത്ത് ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മക്കൾ ആദ്യം OET പരീക്ഷ എഴുതുന്ന സമയത്തും വിദേശത്ത് പോകുവാനുള്ള പ്രോസസ്സ് നടത്തിയ സമയത്തുമാണ് അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചത്. മക്കൾ പറയുന്നുണ്ട്, ഒത്തിരി പേർ ഒത്തിരി തവണ എഴുതി ജയിക്കുന്നൊരു പരീക്ഷ. ഓരോ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നാളുകളിലൊക്കെയും സിലബസ് മാറുന്നതിനെക്കുറിച്ച്, മൊഡ്യൂളിൻ്റെ പഠന രീതികൾ മാറുന്നതിനെക്കുറിച്ച് ഒക്കെ ഒത്തിരി പേർ മക്കളോട് പറയുമ്പോൾ ആകെ ആകുലപ്പെട്ടിരുന്ന ദിവസങ്ങളിലും മാസങ്ങളിലും മക്കൾ പൂർണ്ണമായി അമ്മ മാതാവിന് തങ്ങൾ പഠിക്കുന്ന രീതിയിൽ തങ്ങളുടെ പഠനത്തിന് യാതൊരു കോട്ടവും ഉണ്ടാക്കാതെ ആ പരീക്ഷകൾ വിജയിക്കുവാനും വിദേശത്ത് പോകുവാനും വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. മക്കൾക്ക് അധികം സമയമൊന്നും നഷ്ടപ്പെടുത്താതെ വേഗത്തിൽ പരീക്ഷ വിജയിക്കുവാൻ, അതോടൊപ്പം ഏതാണ്ട് കുറച്ച് നാൾ അതിൻ്റെ പ്രോസസ്സുകൾ നടക്കുന്നതിന് വേണ്ടി സമയമെടുത്തു വിദേശത്ത് ഒരിടം കണ്ടെത്തുവാനായിട്ട്. പ്രത്യേകിച്ച് ധന്യക്കാണ് ബുദ്ധിമുട്ടുകളുണ്ടായത്. എന്നാൽ ആ നാളുകളിലൊക്കെയും അമ്മ മാതാവ് ലഭിക്കാതിരുന്ന ഓരോ പേപ്പറുകളും കൃത്യമായി മകൾക്ക് നൽകുന്ന വിധത്തിൽ കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് വിദേശത്ത് അയർലൻഡിലും UK യിലും 2 മക്കൾക്ക് 2 രാജ്യത്ത് പോകുവാനുള്ള അവസരങ്ങൾ തുറന്നു കൊടുക്കുകയും ചെയ്തു. വിദേശത്ത് ചെല്ലുമ്പോൾ അവിടെ താമസ സൗകര്യത്തിനും വിഷയങ്ങളുണ്ടായി. മക്കൾക്ക് അപ്പോഴൊക്കെയും ആശ്രയം കൈകൾക്കുള്ളിൽ ചേർത്ത് പിടിക്കുന്ന കാശുരൂപവും അതോടൊപ്പം ഉടമ്പടി തൈലം നെറ്റിത്തടത്തിൽ കുരിശടയാളം വരച്ചുള്ള പ്രാർത്ഥനയും മാത്രമായിരുന്നുവെന്ന് സാക്ഷികൂടാരത്തിൽ ആവർത്തിച്ച മക്കൾ പറയുന്നുണ്ട്. ഞങ്ങൾ നെറ്റിത്തടത്തിൽ കുരിശടയാളം വരച്ച് തൈലം പൂശി പ്രാർത്ഥിക്കുന്നു, ഉപ്പ് ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് എല്ലായിടത്തേക്ക് ഞങ്ങൾ ചെല്ലുന്നു. ഞങ്ങൾക്ക് അതുവരെ ആ നിമിഷം വരെ പ്രതിസന്ധിയായിരുന്നത് മുഴുവനും മാറ്റിത്തരുന്ന മാതാവിൻ്റെ സംരക്ഷണവും സഹായവുമാണ് അനുഭവിച്ചു കൊണ്ടിരുന്നത്. മറ്റൊന്ന്, ഒത്തിരി വർഷങ്ങളായി കുടുംബം കടന്നുപോയിരുന്ന വലിയ പ്രശ്നമായിരുന്നു അവരുടെ വസ്തു. നിലം എന്ന പേരിലാണ് റവന്യൂ രേഖകളിലൊക്കെ കിടക്കുന്നത്.
അതുകൊണ്ട് എല്ലാത്തിനും തടസ്സമായിരുന്നു. ഒന്ന് നന്നായി ചെയ്യാനാവാത്ത വിധം കുടുങ്ങിക്കിടന്നപ്പോൾ ഉടമ്പടി എടുത്ത് ഉപ്പിട്ട് അവരുടെ വസ്തുവിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് നിലമെന്നത് മാറി പുരയിടമെന്ന് തിരുത്തി അതിനുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ജീവിതം സുരക്ഷിതമാക്കുവാൻ സാധിച്ചത് മക്കൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതോടൊപ്പം 2 വർഷത്തിലേറെയായി മരുന്ന് കഴിക്കുന്ന ഒരസുഖം, ചുണ്ട വല്ലാതെ ഡ്രൈ ആവുന്നു, പൊട്ടുന്നു, രക്തമൊലിക്കുന്നു. എന്ത് മരുന്ന് കഴിച്ചിട്ടും ഡോക്ടർമാർ പലരെ കണ്ട് പരിശോധിച്ചിട്ടും എന്തെന്നറിയാതെ വിഷമിക്കുന്ന അവസ്ഥ. ദയ അപ്പോഴാണ് ഈ ജപമാല റാലിയിൽ കഴിഞ്ഞ 26-ാം തീയതി പങ്കെടുക്കുന്നത്. റാലി അവസാനിക്കുമ്പോൾ സഹോദരി ധന്യ ദയയോട് പറയുന്നു, മകളെ നമുക്ക് ആ ക്രീം ഒന്ന് മാറ്റാം, നീ മുഖത്തിടുന്ന ആ ക്രീം സിറമൊന്ന് മാറ്റിയിടുക, നമുക്കതുകൊണ്ട് പ്രയോജനമുണ്ടാകും. ഈ ഒരാഴ്ചത്തെ സാക്ഷ്യമാണ് മകൾ പറയുന്നത്. അത് മാറി 2 വർഷമായി ഉണ്ടായിരുന്ന ആ രോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. അമ്മ മാതാവാണ് ആ റാലിയുടെ അവസാനം ഈ നിയോഗം മാത്രം വെച്ച് മക്കൾ 2 പേരും റാലിയിൽ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ അവസാനം ഡോക്ടർക്ക് പോലും അന്ന് വരെ തെളിഞ്ഞു കിട്ടാതിരുന്ന ഒരു സന്ദേശം കൊടുത്തുകൊണ്ട് ക്രീം മാറ്റി ഉപയോഗിക്കുക അല്ലെങ്കിൽ ക്രീം ഉപേക്ഷിക്കുക എന്ന സന്ദേശം കൊടുത്തുകൊണ്ട് അതിലൂടെ ഏറെ കഷ്ടപ്പെട്ടിരുന്ന 2 വർഷമായിട്ടുള്ള രോഗത്തിന് സൗഖ്യം കൊടുത്തത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഏതൊരു ജീവിതത്തിൻ്റെ പ്രശ്നത്തെയും പ്രതിസന്ധിയെയും ഉത്തരങ്ങളില്ലാത്ത വിഷയങ്ങൾ, എത്ര പരിശ്രമിച്ചിട്ടും നമുക്ക് അത് പരിഹാരം എത്താത്ത കാര്യങ്ങൾ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ എളിമപ്പെട്ട മനസ്സോടുകൂടി സമർപ്പിക്കുമ്പോൾ മാതാവ് നമുക്കത് അനുഗ്രഹത്തിനുള്ള കാരണമാക്കി മാറ്റിത്തരുന്നു. ഈ മക്കളുടെ സാക്ഷ്യം നമ്മോട് പങ്കുവയ്ക്കുന്ന അനുഭവം അതാണ്. നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധമ്മയ്ക്ക് സമർപ്പിക്കാം. പ്രത്യാശയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ സംരക്ഷണവും ഉടമ്പടിയിലുള്ള വിശ്വസ്തതയുള്ള ജീവിതവും ദൈവാനുഗ്രഹം